നമസ്കാരം. നമ്മുടെ നാട്ടിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം എന്നത്. നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യാനും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റും വ്യത്യാസം വരുത്താനും അതിനൊപ്പം കുട്ടികളുടെ പ്രത്യേകം കഴിവുകൾ കണ്ടുപിടിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. ഇന്ന് ഇവിടെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് HODയുമായ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് സർ നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം സർ. സർ, ഞാൻ പല അമ്മമാരും ഓട്ടിസവും ബുദ്ധിവൈകല്യവും ഇടകലർത്തി യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഓട്ടിസം? ബുദ്ധിവൈകല്യവും ഓട്ടിസവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും എന്താണ് സർ? ഓട്ടിസവും ബുദ്ധിമാന്ദ്യവും കുട്ടികളിൽ കാണുന്ന വികാസ വൈകല്യങ്ങളാണ്. ഓട്ടിസത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ സാധാരണ മറ്റു കുട്ടികളുമായി ചേർന്ന് കളിക്കാതെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ സ്വന്തമായി ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസത്തിൽ കുട്ടികൾക്ക് 3 തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, അവരുടെ പ്രായത്തിനനുസൃതമായിട്ടുള്ള സംസാരശേഷി വികസിച്ച് വരത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് അമ്മമാർ പലപ്പോഴും പറയാറുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സാമൂഹിക ശേഷി, അതായത് മറ്റു കുട്ടികളുമായിട്ടോ മറ്റു മുതിർന്നവരുമായിട്ട് ഇടപഴകി ചോദിച്ച് വാങ്ങി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ സാമൂഹിക ശേഷി വികസിച്ച് വരത്തില്ല. അപ്പോൾ സംസാരശേഷി വികസിച്ച് വരത്തില്ല. പ്രായത്തിനനുസൃതമായി സാമൂഹിക ശേഷി, ഇപ്പം നമ്മൾ ചിരിക്കുന്നു, തിരിച്ച് ചിരിക്കുന്നു, നമ്മൾ വിളിക്കുന്നു, നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മൾ ചോദ്യം ചോദിക്കുന്നു, കുട്ടി മറുപടി പറയുന്നു. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ ഓട്ടിസം ബാധിച്ച കുട്ടിയിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ, സാമൂഹിക ശേഷി വികസിച്ച് വരത്തില്ല. പിന്നെ മൂന്നാമത്തെ കുട്ടികളുടെ ഈ ഓട്ടിസം കുട്ടികളുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശരഹിതമായിട്ട് ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ചില ശബ്ദങ്ങൾ ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്ക്രീമിങ് വോയിസ് എന്നൊക്കെ പറയും. അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ്ഡ് മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ചില കുട്ടികൾ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടേയിരിക്കും. ഫിംഗർ ഫ്ലിക്കിംഗ് മൂവ്മെൻ്റ് എന്ന് പറയും. ചില കുട്ടികൾ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, ഹാൻഡ് ഫ്ലാപ്പിംഗ് മൂവ്മെൻറ്റ്. ചില കുട്ടികൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ചില കുട്ടികൾ റൂമിൽ, നമ്മൾ കൺസൾട്ടിങ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ വരെ ഓടി, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി, ഉദ്ദേശരഹിതമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ചിലപ്പം ചില ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓട്ടിസം ഉള്ള ഒരു കുട്ടി കൺസൾട്ടിങ് റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തിരിക്കുമ്പം തന്നെ മനസ്സിലാവും, കാണാതെ തന്നെ ആ കുട്ടി പ്രത്യേകമായ ചില ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഓട്ടിസത്തെക്കുറിച്ചിട്ടുള്ള ഒരു പൊതു വിവരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേസമയത്ത് ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ബുദ്ധി വൈകല്യം എന്നാണ് ഇപ്പം പറയുന്നത്. ബുദ്ധിമാന്ദ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ബുദ്ധി വൈകല്യം അഥവാ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിലുള്ള ഒരു പ്രത്യേകത, അവർക്കും സംസാരശേഷി പ്രായത്തിനനുസൃതമായി വികസിച്ച് വരുന്നതിലൊരു കുറവ് കാണും. പക്ഷേ നമ്മൾ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കും, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കും, നമ്മളോട് അടുത്ത് വരും, നമ്മളോട്ട് ഇടപഴകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ഈ സാമൂഹിക ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ സാമൂഹിക ശേഷി ഇല്ലായ്മ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമായി കാണാൻ സാധിക്കും. അതേസമയത്ത് ബുദ്ധി വൈകല്യമുള്ള കുട്ടികളിൽ ഈ സാമൂഹിക ശേഷി സാധാരണഗതിയിലുള്ളതുപോലെ മറ്റു കുട്ടികളുടെ പോലെ തന്നെ സാമൂഹിക ശേഷി കാണും. നമ്മളോട് പഴകുന്നതിനും ചോദ്യത്തിനും മറുപടി പറയുന്നതിനും ചിരിക്കുമ്പം തിരിച്ച് ചിരിക്കുന്നതിനും ഒന്നുമുള്ള ബുദ്ധിമുട്ട് ആ കുട്ടികൾ കാണത്തില്ല. പക്ഷേ പ്രായത്തിനനുസൃതമായ ബുദ്ധിശേഷി വികസിച്ച് വരാത്തതായിരിക്കും ബുദ്ധി വൈകല്യത്തിൻ്റെ പ്രത്യേകത. ഓട്ടിസം ഈ കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണോ? ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം അതിനിടയിൽ വരുന്നുണ്ടോ? ഓട്ടിസം കുട്ടികളിൽ ഉള്ള വികാസ വൈകല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ജീവിതകാലത്തിൽ മൊത്തം നിലനിൽക്കുന്ന ഒരു ലൈഫ് ലോങ് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ആയിട്ടാണ് നമ്മൾ ഓട്ടിസത്തെ കാണുന്നത്. ഓട്ടിസത്തിൻ്റെ ഒരു നിരക്ക് സമൂഹത്തിൽ ഒരു 100 കുട്ടികളെടുത്താൽ ഒരു കുട്ടിക്ക് ഓട്ടിസം വരാൻ സാധ്യതയുണ്ട്. ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയെ 100 കുട്ടികളെടുത്താൽ നമുക്കതിൽ ഒരു ഓട്ടിസം ഉള്ള കുട്ടിയെ കാണാൻ സാധിക്കും. 1:100 എന്ന് പറയാൻ പറ്റും. പിന്നെ ആൺകുട്ടികളിൽ ഇത് കൂടുതൽ കാണുന്നുണ്ട് ഓട്ടിസം. പ്രത്യേകിച്ച് 4:1 റേഷ്യോ, 4 ആൺകുട്ടികളെടുത്താൽ ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ 4:1 റേഷ്യോയിൽ ആൺകുട്ടികളിലാണ് ഓട്ടിസം കൂടുതലായിട്ട് കാണുന്നത്. അതാണ് ഈ ഓട്ടിസത്തിൻ്റെ ഒരു സ്ഥിതിവിവര കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എത്ര നേരത്തെ കൂട്ടി ഈ അസുഖം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഇപ്പം മാതാപിതാക്കൾ വീട്ടിൽ അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഏതെങ്കിലും, പ്രത്യേകിച്ച് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ സർ?
സാധാരണഗതിയിൽ ഓട്ടിസം 3 വയസ്സിന് മുമ്പേ പ്രകടമാകും. 3 വയസ്സിന് ശേഷം പുതിയതായിട്ട് ഓട്ടിസം പ്രകടമാകത്തില്ല. 3 വയസ്സിന് മുമ്പേ പ്രകടമാകും. പക്ഷേ നമുക്ക് കുട്ടികളെ നേരത്തെ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ 1 വയസ്സിലൊക്കെ തന്നെ നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പരിശീലന തെറാപ്പികളും കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ കൂട്ടി കൊണ്ടുവരുന്നതിന് മാതാപിതാക്കൾ കൃത്യമായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് നമുക്ക് എല്ലാ മാതാപിതാക്കളോടും സമൂഹത്തോടും പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 കാര്യങ്ങൾ പറയാം. ഇത് എല്ലാ മാതാപിതാക്കളും സമൂഹത്തിൽ എല്ലാവരുടെ ഇടയിലും വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഓട്ടിസം പോലുള്ള വികാസ വൈകല്യങ്ങൾ നേരത്തെ കുട്ടി കണ്ടെത്താൻ സാധിക്കും. നേരത്തെ കുട്ടി കണ്ടെത്തിയാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ആദ്യത്തെ 3 വർഷത്തിലാണ് തലച്ചോറ് വളരെ ത്വരിതഗതിയിൽ വികസിക്കുന്നത്. അപ്പോൾ ആ ത്വരിതഗതിയിൽ വികസിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ തെറാപ്പി പരിശീലന പ്രവർത്തനങ്ങൾ നൽകിയാൽ കുട്ടിയിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിക്കും. അതേസമയത്ത് തലച്ചോറിൻ്റെ വളർച്ച 3 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേഗത ഇത്തിരി കുറയും. വളർച്ച നടക്കുന്നുണ്ട്, പക്ഷേ ആദ്യത്തെ 3 വർഷത്തിലെ പോലെയുള്ള വേഗത പിന്നീട് കാണത്തില്ല. അപ്പോൾ ആ വേഗത ഉള്ള സമയത്ത് തന്നെ പരിശീലന പ്രവർത്തനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഓട്ടിസത്തിൽ മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നതിനെ സംബന്ധിച്ച് ഒരു 5 കാര്യങ്ങൾ ഞാൻ പൊതുവിൽ പറയാം. ഒന്ന്, ഒരു കുട്ടി 3 മാസമായിട്ടും മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. സാധാരണഗതിയിൽ 1.5 മാസം 2 മാസം ആകുമ്പോഴാണ് കുട്ടികൾ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. അത് മിക്കവാറും അമ്മയുടെ മുഖത്ത് നോക്കിയായിരിക്കും ചിരിക്കുന്നത്. അമ്മയാണ് കുട്ടിയെ നിരന്തരമായി പരിപാലിക്കുന്നത് കൊണ്ട് അമ്മയെ നോക്കിയായിരിക്കും കുട്ടി ചിരിക്കുന്നത് 1.5 വയസ്സിൽ 1.5 മാസത്തിൽ. അപ്പോൾ 3 മാസമായിട്ടും ഇതുവരെ ഒരു ചിരിയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർ ശ്രദ്ധിക്കണം, അച്ഛന്മാർ ശ്രദ്ധിക്കണം. ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗൗരവമായ പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടി വരും. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷമായിട്ടും ചില ശബ്ദങ്ങൾ മാ ബാ ദാ ഡാ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ കുട്ടി കേൾപ്പിക്കും. മാ എന്നൊക്കെയുള്ള ഡാ എന്നൊക്കെയുള്ള. അപ്പോൾ ഇത് 1 വയസ്സായിട്ട് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ഏതോ ഒരു വികാസ വൈകല്യം ഉണ്ട്, ഓട്ടിസം ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ പരസ്പര പൂരകമായ ആംഗ്യങ്ങൾ കാണിക്കുക 1 വയസ്സാകുമ്പോൾ. അതായത് ടാറ്റ പറയുക, അതല്ലെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, ഇഷ്ടമുള്ള കാര്യം കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുക, സന്തോഷം വരുമ്പോൾ അമ്മയെ വിളിച്ച് കാണിക്കുക. ഇതുപോലെയൊക്കെയുള്ള പരസ്പര പൂരകമായ ആംഗ്യങ്ങൾ 1 വയസ്സിനകത്ത് തന്നെ പ്രകടമാകും. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഈ പരസ്പര പൂരകമായ ആംഗ്യങ്ങൾ കാണിക്കുന്ന സ്വഭാവ രീതി വികസിച്ച് വരത്തില്ല. അപ്പോൾ ഇത് 3 കാര്യങ്ങളായി. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി 1.5 വയസ്സായിട്ടും ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും സംശയിക്കണം. അത് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രായത്തിനനുസൃതമായ സംസാരശേഷി വികസിച്ച് വരുന്നില്ലെങ്കിൽ അത് ഗൗരവമായ വികാസ വൈകല്യത്തിൻ്റേതാകാം. ഒന്നിൽ ഓട്ടിസത്തിൻ്റേതാകാം, അല്ലെങ്കിൽ ബുദ്ധി വൈകല്യത്തിൻ്റേതാകാം, അല്ലെങ്കിൽ സംസാര വൈകല്യത്തിൻ്റേതാകാം. പക്ഷേ പൊതുവിൽ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, ഈ സംസാരശേഷി വികസിച്ച് വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് വികസിച്ച് വരുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ പൊതുവിൽ ശ്രദ്ധ വെച്ച് പുലർത്തുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ള ഒരു വലിയ വിഷമം. അതങ്ങനെയല്ല. കുട്ടിയുടെ പ്രായത്തിനനുസൃതമായ സംസാരശേഷി വികസിച്ച് വരുന്നെങ്കിൽ ഗൗരവമായ വികാസ വൈകല്യം നമ്മൾ സംശയിക്കേണ്ടി വരും. കുട്ടിയെ നേരത്തെ കൂട്ടി അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി 5-ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വയസ്സായിട്ടും കുട്ടിക്ക് 2 വയസ്സായിട്ടും 2 വാക്കുകൾ പോലും ഉച്ചരിക്കുന്നില്ല. അപ്പോൾ 2-3 വാക്കുകൾ ചേർന്നുള്ള വാചകം പറയുന്ന പ്രായമാണ് 2 വയസ്സെന്ന് പറയുന്നത്. അതേസമയത്ത് ഈ കുട്ടി 2 വയസ്സായിട്ടും 2 വാക്കുകൾ പോലും പറയുന്നില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ തോതിൽ വ്യാപിപ്പിച്ച് മാതാപിതാക്കളുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടികളെ നേരത്തെ കൂട്ടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ചില ശേഷികൾ ആർജിച്ചിട്ട് പിന്നെ അത് ഇല്ലാതായി നഷ്ടപ്പെട്ടു പോകുന്ന റിഗ്രഷൻ എന്ന് പറയും. അതായത് സംസാരശേഷി ചില അമ്മമാർ എന്ന് പറയും, സാറേ 1.5 വയസ്സിൽ നല്ലതായിട്ട് സംസാരിക്കുമായിരുന്നു, 2-2.5 വയസ്സായപ്പോഴത്തേക്ക് ആ പറഞ്ഞ വാക്കുകളൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒട്ടും സംസാരം ഇല്ലാതായി. അങ്ങനെ അതിനെ റിഗ്രഷൻ ഓഫ് മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആർജിച്ച ശേഷികൾ നഷ്ടമാകുന്നു.
അപ്പോൾ ഈ രീതിയിൽ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടിസം ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഓട്ടിസമുള്ള കുട്ടികളെ നേരത്തെ കൂട്ടി, ഓട്ടിസം മാത്രമല്ല എല്ലാത്തരം വികാസ വൈകല്യങ്ങളെ നേരത്തെ കൂട്ടി കണ്ടെത്തുന്നതിന് നേരത്തെ കൂട്ടി പരിശീലന തെറാപ്പി പ്രവർത്തനങ്ങൾ, മൾട്ടി ഡിസിപ്ലിനറി പരിശീലനങ്ങൾ, തെറാപ്പി പ്രവർത്തനങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് ഓട്ടിസം അടക്കമുള്ള എല്ലാ വികാസ വൈകല്യങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. സർ, ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞല്ലോ. സർ, ഓട്ടിസം എന്ന ഈ അസുഖത്തിൻ്റെ ശരിക്കുമുള്ള കാരണം എന്താണ്? ഓട്ടിസം ഒരു വികാസ വൈകല്യമാണ്, ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രോബ്ലം ബ്രെയിനിലുള്ള ഒരു പ്രശ്നമാണ്. ബ്രെയിനിൽ വികസിച്ച് വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഒരു തകരാറാണ്. അതിൽ പ്രത്യേകിച്ച് ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ അമിഗ്ഡല എമോഷണൽ ബ്രെയിൻ എന്ന് പറയും. ബ്രെയിനിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തായിട്ട് രണ്ട് വശത്തായിട്ടുള്ള ഒരു ബ്രെയിൻ ഭാഗമാണ് അമിഗ്ഡല അഥവാ ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം നമ്മുടെ എമോഷണൽ ബ്രെയിൻ എന്നാണ് പറയുന്നത്, അമിഗ്ഡലയെ. അപ്പോൾ ഈ അമിഗ്ഡലയിൽ യഥാർത്ഥത്തിൽ ന്യൂറോൺസുകൾ ആവശ്യത്തിനുണ്ടാകും. പക്ഷേ ഈ ന്യൂറോൺസുകൾ പരസ്പരം ബന്ധിക്കപ്പെടുന്നതിൽ വളരെ തകരാറുണ്ടാകും. അണ്ടർ കണക്ടിവിറ്റി ഓഫ് ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ അമിഗ്ഡല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ അമിഗ്ഡലയിലുള്ള തകരാറായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക ശേഷി അല്ലെങ്കിൽ വൈകാരിക ശേഷി വികസിച്ച് വരുന്നതിൽ വെല്ലുവിളി ഉണ്ടാകുന്നത്. അപ്പോൾ അമിഗ്ഡലയിലാണ് ഇതിൻ്റെ തകരാറ് നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു അവസാനത്തെ ഒരു കൺക്ലൂഡിങ് ഇതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കാരണത്തെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ലിംബിക് സിസ്റ്റത്തിലുള്ള അനോമലിയാണ്. ബ്രെയിനിൻ്റെ വികാസഘട്ടത്തിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പം ബ്രെയിനിൻ്റെ വികാസഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണ് അമിഗ്ഡലയിലുള്ള ഈ അണ്ടർ കണക്ടിവിറ്റി ഓഫ് ന്യൂറോൺസ് ഇൻ ദ അമിഗ്ഡല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സർ, അപ്പം ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. നമ്മൾ ഡോക്ടർ എന്ന നിലയിൽ ഈ ഓട്ടിസം എന്ന അസുഖം എങ്ങനെയാണ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്? ആശുപത്രിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓട്ടിസത്തിൻ്റെ ഡയഗ്നോസ് എന്ന് പറയുന്നത് ലാബ് ടെസ്റ്റിലൂടെ അല്ല. ഇപ്പോൾ ഒരു ടൈഫോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ് നടത്തി നമുക്ക് ടൈഫോയിഡ് കൺഫേം ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അതായത് ഇതിൻ്റെ കുട്ടിയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച്, കുട്ടിയുടെ കളിപ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച്, കുട്ടിയോടൊപ്പം കളിപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു ദീർഘമായ സമയം ആവശ്യമായി വരുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടിസത്തിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, ഓട്ടിസം ഉണ്ടെന്ന് തീർച്ചപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു, കളിപ്പാട്ടം വെച്ച് നമ്മൾ കളിക്കുന്നു, കുട്ടിയോടൊപ്പം നമ്മൾ ചേർന്ന് കളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുട്ടി നമ്മളോട് കളിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു ടോയ്, ഒരു കളിപ്പാട്ടം വെച്ചിട്ട് ഞെക്കുന്ന ഒരു സൗണ്ടുള്ള ഒരു കളിപ്പാട്ടം വെച്ചിട്ട് ഞെക്കുമ്പോഴത്തേക്ക് സാധാരണ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളെ മുഖത്തേക്ക് നോക്കുകയും പിന്നെ കളിപ്പാട്ടത്തിലേക്ക് നോക്കുകയും കളിപ്പാട്ടത്തിൽ നോക്കിയിട്ട് പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കുകയും നമ്മളുമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് കളിപ്രവർത്തനത്തിലേക്ക് വരാനായിട്ട് കുട്ടി സാധാരണഗതിയിൽ ശ്രമിക്കും. പക്ഷേ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സൗണ്ട് വെച്ച്, ഒരു കളിപ്പാട്ടം വെച്ചൊരു ടോയ് വെച്ചിട്ടൊന്ന് ഞെക്കി സൗണ്ട് കേൾപ്പിക്കുകയാണെങ്കിൽ കുട്ടി നമ്മളിലേക്ക് നോക്കില്ല, ശബ്ദത്തിലേക്ക് നോക്കില്ല. അതേസമയത്ത് കുട്ടി മറ്റേതെങ്കിലും ശ്രദ്ധയിൽ ഏർപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വന്തമായ കളിപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരിക്കൽ ഒരു കുട്ടിയെ 2 വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് അമ്മ വന്നിട്ട് അമ്മ അവിടെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് കുട്ടിക്ക് ഓട്ടിസം ആണോ എന്നൊരു സംശയം. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു അമ്മയാണ്. പക്ഷേ അമ്മയ്ക്ക് ഓട്ടിസത്തിനെ കുറിച്ച് അമ്മ TV യിലും മറ്റോ കണ്ട് വായിച്ചൊക്കെ അറിഞ്ഞതുകൊണ്ട് അമ്മയ്ക്കൊരു സംശയം, ഓട്ടിസം ആണോ എന്ന് സംശയം സാറേ, കുട്ടിയൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിലിരുന്ന ഒരു ചുമന്ന പേന ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പേന എടുത്തിട്ട് ഞാനിങ്ങനെ പേന ഇങ്ങനെ കറക്കി കുട്ടിയെ കാണിച്ച്. അപ്പോൾ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഈ പേനയിലേക്ക് നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ജോയിൻ്റ് അറ്റൻഷൻ ഉണ്ടെന്നാണ്. അതായത് കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ശ്രദ്ധിക്കാനുള്ള താല്പര്യമുണ്ട്, അത് നമ്മളാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നമ്മളെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു ജോയിൻ്റ് അറ്റൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കൂട്ടു ശ്രദ്ധ ഉണ്ടാകുന്നു കുട്ടിക്ക്.
അപ്പോൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരു ജോയിൻ്റ് അറ്റൻഷൻ ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ജോയിൻ്റ് അറ്റൻഷൻ കാണത്തില്ല. അല്ലെങ്കിൽ പേന ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് കുട്ടി അമ്മയെ വിളിച്ച് കാണിക്കും, പോയിൻറ്റിങ് എന്ന് പറയും. അതേസമയത്ത് ഓട്ടിസം ഉള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ അമ്മയെ വിളിച്ച് കാണിക്കത്തില്ല. അപ്പോൾ ഈ കുട്ടി എന്നെ ഇങ്ങനെ പേനയിൽ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കി, അപ്പോൾ എനിക്ക് ഓട്ടിസം അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. രണ്ടാമത് ഈ കുട്ടിക്കുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സംസാര വൈകല്യമാണോ ബുദ്ധി വൈകല്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ മുഖത്ത് ചോദിച്ചു, മോൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ പേരെന്താന്ന് ചോദിച്ചപ്പം കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് അമ്മ പറയുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബുദ്ധി വൈകല്യം എന്നുള്ള ഡയഗ്നോസിസും ഔട്ടായി. പിന്നെ ബാക്കിയുള്ളത് സംസാര വൈകല്യം. അപ്പോൾ കുട്ടിക്ക് സംസാര വൈകല്യമുള്ള ഒരു കുട്ടി, അപ്പോൾ നല്ല ബുദ്ധിശാലിയായ അമ്മ ആയതുകൊണ്ടാണ് ഈ 2 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് വന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലിനിക്സിൽ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകുന്ന നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരത്തിന് കുറവുണ്ടാകും, സംസാരശേഷിയിൽ കുറവുണ്ടാകുന്ന നോക്കും. അതുപോലെ ഈ സാമൂഹിക ശേഷിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, നോക്കുന്നു, ചിരിക്കുന്നു, വിളിക്കുന്നു, അടുത്ത് വരുന്നു, നമ്മളിങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തുമ്പോൾ നമ്മളടുത്തേക്ക് വന്ന് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ സാധാരണ കുട്ടികൾക്കുണ്ടാകും, പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികളിൽ കാണത്തില്ല. പിന്നെ ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള സ്വഭാവ രീതികൾ, വട്ടത്തിൽ കറങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈ ഇങ്ങനെ ഫിംഗർ ഫ്ലിക്കിംഗ് മൂവ്മെൻറ്റ്, ഹാൻഡ് ക്ലാപ്പിംഗ് മൂവ്മെൻറ്റ്, വട്ടത്തിൽ കറങ്ങുക, മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ, ഈ സൂചിപ്പിച്ച ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓട്ടിസം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നിഗമനത്തിലെത്തുന്നത്. ഇതൊരു വലിയ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ വേഗത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, തെറ്റാണ്. നമുക്ക് ഒരുപക്ഷെ ആദ്യത്തെ വിസിറ്റിൽ കുട്ടിയുടെ ലക്ഷണങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കുട്ടി ഉറങ്ങുകയായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ടിസത്തിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച രീതിയിലുള്ള ക്ലാസിക്കലായിട്ടുള്ള 3 ലക്ഷണങ്ങൾ കാണത്തില്ല. അതേസമയത്ത് ഓട്ടിസത്തിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുകയും. അപ്പോൾ നമ്മൾ എറ്റിപ്പിക്കൽ ഓട്ടിസം എന്ന് പറയും. അതുകൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ചെറിയ ലക്ഷണങ്ങളുള്ള എറ്റിപ്പിക്കൽ ഓട്ടിസവും മറുവശത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും തീവ്രമായ ലക്ഷണങ്ങളോട് കൂടിയ ഓട്ടിസവുമാണ്. അതുകൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓട്ടിസം അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ ഓട്ടിസം എന്ന് ചിലപ്പോൾ ഈ എല്ലാ ലക്ഷണങ്ങളും ഇല്ലാത്ത കുട്ടികളെ എറ്റിപ്പിക്കൽ ഓട്ടിസം എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാം. എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ കുറവുകൾ, സംസാരശേഷിയിൽ കുറച്ച് കുറവ്, സാമൂഹ്യ ശേഷി ഒട്ടുമില്ല, ചില സ്റ്റീരിയോ ടൈപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ അതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലിനിക്കലായിട്ടാണ് നമ്മൾ ഓട്ടിസത്തിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വിസിറ്റിൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത വിസിറ്റിൽ ഡേറ്റ് കൊടുത്തിട്ട് അടുത്ത വിസിറ്റിൽ റിപ്പീറ്റഡ് എവാലുവേഷൻ നടത്തി നമുക്ക് പിന്നെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാം. അത് നേരത്തെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ സമയം കിട്ടിയില്ല, ഡയഗ്നോസിലായില്ലെങ്കിലും ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നതിൻ്റെ അന്ന് തന്നെ കുട്ടിക്ക് തെറാപ്പി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം തെറാപ്പിയുടെ ഒരു സൗജന്യം കുട്ടിക്ക് സാധ്യത കുട്ടിക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത് അത്രത്തോളം നേരത്തെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഓട്ടിസം അടക്കമുള്ള എല്ലാ വികാസ വൈകല്യങ്ങളിലും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഓട്ടിസത്തെ ഡയഗ്നോസ് ചെയ്യുന്നത്. സർ, ഈ തെറാപ്പീസ് എന്ന് പറഞ്ഞത് എന്താണ്? മരുന്നുകളെയാണോ ഈ തെറാപ്പീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഓട്ടിസത്തിൻ്റെ ചികിത്സയിൽ 2 തരം ചികിത്സയുണ്ട്. ഒന്ന് മരുന്ന് ചികിത്സ, 2 തെറാപ്പി പരിശീലനം. അപ്പോൾ ഓട്ടിസത്തെ സംബന്ധിച്ച് പരിശീലനമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ബ്രെയിനിലുള്ള അമിഗ്ഡല ലിംബിക് സിസ്റ്റത്തിലാണ് അനോമലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അനോമലിയെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഓട്ടിസത്തിൽ മരുന്ന് ചികിത്സയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ മരുന്ന് ചികിത്സ അതിനേക്കാൾ ഉപരി തെറാപ്പിയാണ്, മൾട്ടി ഡിസിപ്ലിനറി തെറാപ്പി എന്ന് പറയും. അപ്പോൾ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന 3 സാഹചര്യങ്ങളേ ഉള്ളൂ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയിൽ. തീവ്രമായ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടി ഓട്ടിസത്തോടൊപ്പം കാണാൻ സാധിക്കും, ചില തീവ്രമായ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മരുന്ന് ഉപയോഗിക്കും. അതേപോലെ പിന്നെ കുട്ടിയിൽ തീവ്രമായ അക്രമ പ്രവണതയുള്ള ചില കുട്ടികളുണ്ട്. ഒന്നിൽ സ്വയം ഉപദ്രവിക്കുന്ന കുട്ടി, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടി. പക്ഷേ അക്രമ സ്വഭാവം പൊതുവിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ കുറവാണ് ബുദ്ധി വൈകല്യത്തെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെ തീവ്രമായ അക്രമ പ്രവണതയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും.
പിന്നെ മൂന്നാമത്തെ സാഹചര്യം മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് അപസ്മാര രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കൊടുത്ത് നിയന്ത്രിക്കേണ്ടി വരും. ബുദ്ധി കൂടുന്നതിനെന്നുള്ള രീതിയിൽ കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ യാതൊരു പ്രയോജനവുമില്ല. ബുദ്ധി കൂടുന്നതിന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മരുന്ന് കമ്പനിക്കാർ പല മരുന്നുകളും മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള റാൻഡമൈസ്ഡ് ട്രയലുകളൊക്കെ നടത്തി നമുക്ക് ബുദ്ധി കൂടുന്നതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ബുദ്ധി കൂടുന്നതിനെന്നുള്ള രീതിയിൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി തെറാപ്പിയെ കുറിച്ചിട്ട് ഞാൻ വിശദമാക്കാം. മൾട്ടി ഡിസിപ്ലിനറി തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് തെറാപ്പി കൊടുക്കണമെങ്കിൽ നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടിയിലുണ്ടാകുന്ന സംസാര പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ കുട്ടിയിലുണ്ടാകുന്ന പ്രത്യേക രീതിയിലുള്ള സ്വഭാവ രീതികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആവർത്തിച്ചുള്ള സ്വഭാവ രീതികൾ, സ്റ്റീരിയോ ടൈപ്പ് മൂവ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ അക്രമ പ്രവണത പോലെയുള്ള സ്വഭാവ രീതികൾ, ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള സ്വഭാവ രീതികൾ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളുണ്ടെങ്കിൽ നമുക്ക് കുട്ടി ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം. മൂന്നാമതായിട്ട് കുട്ടിയിൽ സംസാരക്കുറവ് ഉള്ളതിനോടൊപ്പം തന്നെ കുട്ടികളിൽ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ കുട്ടിയുടെ താല്പര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്, കുട്ടിയുടെ പ്രത്യേക താല്പര്യങ്ങളെന്ന്, കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. കുട്ടിയിലുണ്ടാകുന്ന സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയും. പല്ല് തേക്കുന്നു, കുളിക്കുന്നു, സോപ്പ് തേക്കുന്നു, ആഹാരം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ഇതിനെയൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ശേഷികൾ കുട്ടിയിലുണ്ടാകുന്ന നമ്മൾ വിലയിരുത്തും. പിന്നെ അതിനുശേഷം കുട്ടിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മൾ പരിശീലന പ്രവർത്തനത്തിലുള്ള ഒരു വലിയ തിരിച്ചറിവ് സമൂഹത്തിൽ വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഓട്ടിസം മുമ്പേ ഉണ്ട്, പക്ഷെ നമ്മളിപ്പം കൂടുതൽ തിരിച്ചറിയുന്നു എന്നുള്ളതേ. ഓട്ടിസം ഇപ്പം കൂടുന്നു എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ അത്ര വലിയൊരു സയൻസ് ഇല്ല. യഥാർത്ഥത്തിൽ ഓട്ടിസത്തെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് കൂടുന്നു. അതുകൊണ്ട് ബുദ്ധിവൈകല്യമുള്ള എന്ന് പറഞ്ഞ് വെച്ചിരുന്ന കുറേ കുട്ടികളെ ഇപ്പം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് ഓട്ടിസം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓട്ടിസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഡോക്ടർമാരുടെ ഇടയിലും സമൂഹത്തിലും പേരൻസിൻ്റെ ഇടയിലും വർദ്ധിച്ചതുകൊണ്ടാണ് കൂടുതൽ ഓട്ടിസമുള്ള കുട്ടികളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തി. അതിൻ്റെ അർത്ഥം ഓട്ടിസം കൂടിയെന്നല്ല, ഓട്ടിസത്തെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് കൂടിയെന്നാണ് നമ്മൾ കാണേണ്ടത്. ക്ലിനിക്കൽ ഡയഗ്നോസിസിന് ശേഷം MRI പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നമ്മുടെ ഇപ്പം സമൂഹത്തിൽ അവൈലബിൾ ആണ്. അത് കാരണം അത് ഉപയോഗിച്ച് നമുക്ക് ഓട്ടിസത്തിൻ്റെ തെറാപ്പികൾക്ക് എന്തെങ്കിലും പ്രത്യേകം സഹായം കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഓട്ടിസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസിക്കൽ ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഈ പറയുന്ന MRIയോ CT സ്കാൻ്റെ ഒന്നും ആവശ്യമില്ല. EEG ചെയ്ത് നോക്കേണ്ടി വരും. അപസ്മാരം ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ, ലക്ഷണമില്ലാതെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലക്ഷണം ഓട്ടിസത്തിനകത്ത് അപസ്മാരത്തിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ EEG പരിശോധന നടത്തേണ്ടി. അതേസമയത്ത് ഓട്ടിസവും വേറെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, ഫീനൈൽ കീറ്റോനൂറിയ അല്ലെങ്കിൽ നമ്മളുടെ ട്യൂബറസ് സ്ക്ലിറോസിസ്, അത് ഓട്ടിസവും കൂടെ ഒരുമിച്ച് വരും. അങ്ങനെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആയിട്ടും കൂടെ ഒരുമിച്ചുള്ളത് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സും കൂടെ ഉള്ളത്, ന്യൂറോളജിക്കൽ ഫൈൻഡിങ്സും കൂടെ ഉള്ള ഓട്ടിസം ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് MRI CT സ്കാനൊക്കെ ചെയ്ത്, ഇപ്പം ട്യൂബറസ് സ്ക്ലിറോസിസിൽ CT സ്കാൻ MRI ചെയ്യേണ്ടി വരും. കാരണം ബ്രെയിനിലും ട്യൂബറസ് സ്ക്ലിറോസിസിൻ്റെ ട്യൂബേഴ്സ് എന്നുള്ള പറയുന്ന ലീഷൻസ് ബ്രെയിനിലും മറ്റു ഓർഗൻസിലൊക്കെ കാണും. അപ്പോൾ ബ്രെയിൻ സ്റ്റഡി ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് റുട്ടീനായിട്ട് സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് പോലെ എല്ലാ ഓട്ടിസം കേസുകളിലും MRIയും CTയും ചെയ്യേണ്ട ആവശ്യമില്ല. സർ, ഭിന്നശേഷി ഡിസബിലിറ്റി എന്ന് പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്കും ഭിന്നശേഷി അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാണോ? ഓട്ടിസത്തെ കുറിച്ചിട്ട് തിരിച്ചറിഞ്ഞ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് 40% ഡിസബിലിറ്റി, മോർ ദാൻ 40% ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് ഓട്ടിസത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതിന് കുഴപ്പമില്ല, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളിൽ പ്രത്യേകമായ ചില കഴിവുകളുണ്ട് ഓട്ടിസം ഉള്ള. ഒരു ഉദാഹരണത്തിന്, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8-10 വർഷത്തിന് മുമ്പ് ഒരു കുട്ടി
10 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് അവർ ഓട്ടിസം എന്നുള്ള രീതിയിൽ സാറന്മാരൊക്കെ ക്ലാസ്സിൽ പറയുന്നതൊക്കെ കേട്ട് സമൂഹത്തിൽ ഇത്തിരി ഒരു വ്യാപനം ഉണ്ടായ സമയത്താണ് ഒരു സാധാരണ ഒരു തെങ്ങിക്കയറുന്ന ഒരു മൂപ്പരായിട്ടുള്ള ഒരാൾ, അയാൾ അച്ഛനാണ്, അമ്മയും കൂടെ കുട്ടിയെയും കൊണ്ടുവന്നു. അപ്പം ആ കുട്ടി ഒട്ടും ഒരു സാമൂഹ്യ ശേഷിയില്ല കുട്ടിക്ക്. ഒരു രീതിയിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്നില്ല, നോക്കുന്നില്ല. കുട്ടി ഭയങ്കര വികൃതിയിൽ, ഹൈപ്പർ ആക്ടിവിറ്റിയിൽ, അഗ്രഷനും ഉണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ ഒരു രൂപം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കുട്ടിക്ക്. പക്ഷേ യാതൊരു മനുഷ്യ സ്വഭാവവും ഇല്ലാത്ത രീതിയിൽ വളരെ തീവ്രമായ ഓട്ടിസമുള്ളൊരു കുട്ടി. കുട്ടി ഞാനവിടെ പിടിച്ച് കസേരയിൽ ഇരുത്തിയപ്പം ഇടയ്ക്കൊക്കെ എണീച്ച് പോയി പിന്നെ അവിടെ ഇരുന്നു. ഞാൻ നോക്കിയിട്ട് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ മേശപ്പുറത്ത് ഇങ്ങനെ പൊട്ടിയപ്പോഴത്തേക്ക് അവൻ്റെ വികൃതി ഇത്തിരി കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പിന്നെ മേശപ്പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊട്ടി. അപ്പോൾ എൻ്റെ ഈ കൊട്ടിനെ അവൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കൊട്ട് തുടർന്നപ്പോഴത്തേക്ക് അവനും മേശപ്പുറത്ത് കൊട്ടാൻ തുടങ്ങി അതുപോലെ. പക്ഷെ അവൻ കൊട്ടുമ്പോഴത്തേക്ക് ഒരു താളാത്മകമായ രീതിയിൽ അവൻ കൊട്ടാൻ തുടങ്ങി പയ്യൻ, 10 വയസ്സുള്ള പയ്യൻ. അപ്പോൾ കൊട്ടുമ്പോഴത്തേക്ക് അവൻ്റെ മുഖം നോക്കുമ്പോഴത്തേക്ക് അവൻ ഏതോ ഒരു ലോകത്തുനിന്ന് ഇങ്ങനെ ഈ താളത്തിനെ കേൾക്കുകയല്ല, കാണുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനൊരു താളബോധമുണ്ട്. ആ ചെണ്ട ഈ മേശപ്പുറത്ത് കൊട്ടുമ്പോൾ ഒരു താളബോധമുണ്ട്. ആ താളബോധത്തിന് അവൻ വിഷ്വലൈസ് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ഏകാഗ്രത മുഖത്ത്. കേൾക്കുന്ന ശബ്ദത്തെ നമ്മൾ കേൾക്കുകയല്ലേ, പക്ഷേ ശബ്ദത്തിനെ അവൻ കാണുന്നത് പോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക് ആ താളബോധം അവനുള്ളതായിട്ട് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെ അവൻ്റെ ഭിന്നശേഷിയാണ് നമ്മൾ കണ്ടെത്തിയത്. തീവ്രമായ ഓട്ടിസം ആണെങ്കിൽ പോലും ഭിന്നശേഷിയുള്ള ഒരു കുട്ടി, എന്ന് വെച്ചാൽ താളബോധമുണ്ട്. ശരിക്കും ഈ കുട്ടിയെ നമ്മൾ ചെണ്ടയോ തബലയോ കൊട്ടാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിലുമായി, കുട്ടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാധ്യതയുമായി. ഇത്രയും തീവ്രമായ ഓട്ടിസം ഉള്ള കുട്ടികൾ. പക്ഷേ ഈ താളബോധം നമ്മൾ കണ്ടെത്തണം. അപ്പം അങ്ങനെ ഭിന്നശേഷികൾ കണ്ടെത്തണം നമ്മൾ. ഇപ്പം ഓട്ടിസ്റ്റിക് സാവൻസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു 3-4% കുട്ടികളെ ഇങ്ങനത്തെ ഈ ഓട്ടിസ്റ്റിക് സാവൻസ് ആയിട്ട് പറയത്തുള്ളൂ. നമ്മൾ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഭിന്നശേഷി ഉണ്ടെന്ന് തോന്നുന്നു. ഭിന്നശേഷി എല്ലാ കുട്ടികളിലും ഭിന്നശേഷി, ഡിഫറൻറ്റ് എബിലിറ്റി, ഈ പറഞ്ഞ പ്രത്യേക രീതിയിലുള്ള കഴിവ്. അപ്പം നമുക്ക് കാണുന്ന കുട്ടികൾ ചിലർക്ക് താളബോധമുള്ള കുട്ടികളുണ്ട്, ചെണ്ട പഠിക്കുന്ന കുട്ടികളുണ്ട്, മ്യൂസിക് കീബോർഡ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്, പാടുന്ന കുട്ടികളുണ്ട്, പിന്നെ ക്ലേ വെച്ചിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം അവരുടെ ഭിന്നശേഷികളാണ്. അപ്പോൾ ഈ ഭിന്നശേഷികൾ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആശുപത്രികളിൽ നിരന്തരമായി കുട്ടികൾ മാസം തോറും വരുമ്പോൾ അവരെ നിരീക്ഷിച്ച് നമ്മൾ ഭിന്നശേഷികൾ കണ്ടെത്തണം. ഈ ഭിന്നശേഷികൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കുട്ടിയെ പുനരധിവസിപ്പിക്കുന്നതിന് ഭിന്നശേഷി പരിശീലനം കൊടുത്ത് പുനരധിവസിപ്പിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. സ്കൂളുകളിലെ ടീച്ചർമാർ നിരീക്ഷണം നടത്തണം, ആശുപത്രികളിലെ ക്ലിനിഷ്യൻസ് ഈ നിരീക്ഷണം നടത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭിന്നശേഷികൾ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള പരിശീലനങ്ങളും കൂടെ കൊടുക്കണം. വെറുതെ പോരാ, കണ്ടെത്തുകയും വേണം, കുട്ടിക്കാലം തൊട്ട് തന്നെ പരിശീലനങ്ങളും കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. സർ, സാറിന് എന്തെങ്കിലും അധികമായി കൂട്ടിച്ചേർക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ സർ? കൂട്ടിച്ചേർക്കാനായിട്ട് എനിക്ക് മൊത്തത്തിൽ എനിക്കിപ്പോൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ നേരത്തെ കുട്ടികളെ ആശുപത്രിയിൽ ക്ലിനിഷ്യനെ കാണിക്കാനായിട്ട് കൊണ്ടുവരാൻ തയ്യാറാകണമെന്നുള്ളതാണ്. നാട്ടിൽ പറയും ആൺകുട്ടിയല്ലേ സംസാരിക്കാൻ താമസിച്ചതാണ്, അവൻ്റെ അച്ഛനും താമസിച്ചാണ് സംസാരിച്ചത്, അതുകൊണ്ട് അവനും സംസാരിച്ചോളും, വളരുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ പറയുന്ന പ്രവണത സമൂഹത്തിൽ ആൾക്കാരുടെ ഇടയിൽ കൂടുതലായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ചില ഡോക്ടർമാരും അങ്ങനെ പറയും. ഇപ്പോൾ സംസാരം തുടങ്ങി 2 വയസ്സുണ്ട് സംസാരം പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും, വളരുമ്പോൾ ശരിയായിക്കോളും എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയരുത്. ദയവ് ചെയ്ത് അങ്ങനത്തെ കുട്ടികളെ വിദഗ്ധരുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വിദഗ്ധരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കുട്ടിയെ കാണിച്ച്, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് സംശയിച്ചാൽ നമുക്ക് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ഇല്ലെന്ന് പറയുമല്ലോ. ഉടനെ തന്നെ ഡോക്ടർ കുട്ടിക്ക് മരുന്നൊന്നും തുടങ്ങത്തൊന്നുമില്ല. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നേരത്തെ കുട്ടി കണ്ടെത്തി നേരത്തെ കുട്ടി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്ന് ഡോക്ടർ പറയുന്നത് പോലെയുള്ള തെറാപ്പികൾ റെഗുലറായിട്ട് കൊടുക്കാനും ആശുപത്രിയിൽ വരാനും തയ്യാറാവുക.
അവിടെ പോയി പിന്നെ മറ്റൊരിടത്ത് പോയി പിന്നെ മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് പോയി, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒരു 2 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ പോകുന്ന പ്രവണത ചിലപ്പം കുട്ടികൾ കാണാറുണ്ട്. ഒരിക്കലൊരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മദർ വന്നിട്ട് മദർ വന്നു 4 വയസ്സുള്ള കുട്ടിയായിട്ടാണ് വന്നത്, ഓട്ടിസം, ക്ലാസിക്കൽ ഓട്ടിസം. പക്ഷെ അവർ ഇത് നേരത്തെ കണ്ടെത്തി, പക്ഷേ തെറാപ്പികളൊന്നും അവർ കൊടുക്കാൻ ആരംഭിച്ചില്ല. അപ്പോൾ നേരത്തെ കൂട്ടി കണ്ടെത്തുക, നേരത്തെ കൂട്ടി തെറാപ്പി തുടങ്ങുക, അത് വിദഗ്ധരുടെ അടുത്തേക്ക് പോയാൽ തീർച്ചയായിട്ടും അവിടെ അത് നടക്കും. നമ്മളുടെ SIT ആശുപത്രിയിൽ ബിഹേവിയർ പീഡിയാട്രിക്സ് യൂണിറ്റിൽ 2 പ്രോജക്റ്റുകളുണ്ട്. ഓട്ടിസം പ്രോജക്റ്റ് എന്നും റീജിയണൽ എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ് 2 പ്രോജക്റ്റുകൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായിട്ടുള്ള 2 പ്രോജക്റ്റുകളുണ്ട്. എല്ലാത്തരം തെറാപ്പിസ്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോഴവിടെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദഗ്ധമായിട്ടുള്ള ഇടപെടൽ വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്ന സമാനമായ ഗുണനിലവാരത്തിലുള്ള തെറാപ്പി നമുക്ക് ഇവിടെയും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക, എല്ലാവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. സാറ് പറഞ്ഞ പോലെ നേരത്തെ കൂട്ടി ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ നമുക്ക് ഒത്തിരി വ്യത്യാസം വരുത്താനും അവരെ ഭാവിയിലേക്ക് സഹായിക്കാനും നമുക്ക് കഴിയും. ഇത്രയും തിരക്കിനിടയിലും ഇവിടെ വന്ന് ഈ വിഷയത്തെപ്പറ്റി നമ്മളോടൊപ്പം സംസാരിച്ച ഡോക്ടർ ജയപ്രകാശ് സാറിന് എൻ്റെയും പ്രേക്ഷകരുടെയും വക ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.